68 മീറ്റർ നീളമുള്ള ഒരു കയർ കൊണ്ട് നിലത്തൊരു സമഭുജ സമാന്തരികം ഉണ്ടാക്കി. ഇതിന്റെ രണ്ട് എതിർമൂലകൾ തമ്മിലുള്ള അകലം 16 മീറ്റർ ആണ്. മറ്റ് രണ്ട് എതിർമൂലകൾ തമ്മിലുള്ള അകലം എത്ര മീറ്റർ ആണ് എന്നാണ് ചോദ്യം. അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്. കയർ വളച്ചെടുത്ത സ്ഥലത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്റർ ആണ്? അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു സമഭുജ സാമാന്തരികമാണ് കാണുന്നത്. അപ്പോൾ നമുക്കൊരു സമഭുജ സാമാന്തരികം ഇവിടെ വരയ്ക്കാം. സമഭുജ സാമാന്തരികം നമ്മൾ ഒരു സമഭുജ സാമാന്തരികം ഇവിടെ വരച്ചു വെക്കാം. സമഭുജ സാമാന്തരികം വരച്ചു. ഇതിന് 68 മീറ്റർ ആണ് മൊത്തം കയർ. അതായത് ഇവിടെ വരയ്ക്കുന്ന കയറിന്റെ നീളം 68 മീറ്റർ ആണ്. അപ്പോൾ ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 68 മീറ്റർ ആണ്. അപ്പോൾ നമുക്കൊരു വശം കണ്ടുപിടിക്കാം. വശം കണ്ടുപിടിക്കാൻ 68 ബൈ എന്ത് ചെയ്യണം? 4 ചെയ്യണം. അപ്പോൾ 68 4 കൊണ്ടിരിക്കുമ്പോൾ 1 4 4, ബാക്കി 2 ഉണ്ടാവും. 28 7 4 28. അപ്പോൾ ഒരു വശം എന്ന് പറയുന്നത് എത്ര കിട്ടും? 17 സെന്റിമീറ്റർ കിട്ടും. ഇനി ഇതിന്റെ രണ്ട് എതിർമൂലകൾ തമ്മിലുള്ള അകലം 16 മീറ്റർ ആണ്. ഏതോ രണ്ട് എതിർമൂലകൾ തമ്മിലുള്ള അകലം 16 മീറ്റർ ആണുണ്ട്. അപ്പോൾ നമുക്ക് ഈ അകലം എത്ര എടുക്കാം? ഈ അകലം 16 മീറ്റർ എടുക്കാം. അപ്പോൾ 16 മീറ്റർ ആകുമ്പോൾ ഇതിന്റെ സെൻട്രൽ വരച്ചു കഴിഞ്ഞാൽ, ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഇത് എത്രയായിട്ട് വരും? 8 ആയിട്ട് വരും. കാരണം ഇത് ബൈസെക്ട് ചെയ്യും, പകുതിയാക്കും. അപ്പോൾ 8 മൊത്തം 16, ഇത് 8, ഇത് 17. ഇത് 17 ആകുമ്പോൾ നമുക്ക് ഈ വശം കണ്ടുപിടിക്കാം. ഈ വശം കണ്ടുപിടിക്കാം. ഈ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് നമുക്ക് എഴുതാം. എക്സ് സമം √17 സ്ക്വയർ. മട്ടത്രികോണാണല്ലോ. 17 സ്ക്വയർ മൈനസ് എന്ത് ചെയ്താൽ മതി? 8 സ്ക്വയർ ചെയ്താൽ മതി. 17 സ്ക്വയർ അറിയാം, 289 ആണ്. 289 മൈനസ് 8 സ്ക്വയർ 64 കിട്ടും. അപ്പോൾ 289 മൈനസ് 64 നമുക്ക് √225 കിട്ടും. 225 പറയുമ്പോൾ 15 കിട്ടും. അപ്പോൾ നമുക്ക് ഈ എക്സിന്റെ നീളം 15 കിട്ടി. എക്സിന്റെ നീളം 15 ആവും. മൊത്തം ടോട്ടലായിട്ടുള്ള ഈ വികരണം, മൊത്തം വികരണം 2 15 വരും. മൊത്തം വികരണം എത്രയായിട്ട് മാറും? 30 സെന്റിമീറ്റർ ആവും. ഇത് 8ഉം ഇത് എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് രണ്ട് വികരണം കിട്ടി. രണ്ട് വികരണം കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് രണ്ട് എതിർമൂലകൾ തമ്മിലുള്ള അകലം എത്ര മീറ്റർ ആണ് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് എന്ത് എഴുതാം? 15ഉം 15ഉം 30 സെന്റിമീറ്റർ ആണ് എഴുതാം. ഇതിന്റെ ഉത്തരം 30 സെന്റിമീറ്റർ കിട്ടും. കയർ വളച്ചെടുത്ത സ്ഥലത്തിന്റെ പരപ്പളവ് എത്ര ഉണ്ട്? ആ പരപ്പളവ് കണ്ടുപിടിക്കണം. പരപ്പളവിന്റെ സമവാക്യം എന്താണ്? ഏരിയ ആര ഇൻറ്റു d1 d2 ആണ്. രണ്ട് വികരണങ്ങളും കൂട്ടി ഗുണിച്ച് പകുതി എടുത്താൽ മതി. അപ്പോൾ ആര ഇൻറ്റു d1 എത്രയാണ്? 16 ആണ് തന്നിരിക്കുന്നത്. രണ്ടാമത് കണ്ടുപിടിച്ചത് എത്രയാണ്? 30 ആണ്. അപ്പോൾ നമുക്ക് 2ഉം 16ഉം വെട്ടാം. എത്ര കിട്ടും? 8 കിട്ടും. അപ്പോൾ 8 × 30 എത്ര കിട്ടും? 240 ചതുരശ്ര സെന്റിമീറ്റർ ആണ് നമുക്ക് ഈ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടുക. അടുത്ത ചോദ്യം നോക്കാം. ഒരു ചിത്രത്തിൽ ഒരു സമഭുജ സാമാന്തരികത്തിന്റെ വികരണങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ചെറിയൊരു ചതുർഭുജം വരച്ചിരിക്കുന്നു. സമഭുജ സാമാന്തരികത്തിന്റെ വികരണങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ചെറിയൊരു ചതുർഭുജം വരച്ചിരിക്കുന്നു. ഈ ചതുർഭുജം സമഭുജ സാമാന്തരികമാണ് തെളിയിക്കുക. ഈ വരച്ചിരിക്കുന്ന ചതുർഭുജം സമഭുജ സാമാന്തരികമാണ് തെളിയിക്കണം. ചെറിയ അടുത്തൊരു ചോദ്യമുണ്ട്, അത് നോക്കാം. അപ്പൊ ഈ വരച്ചിരിക്കുന്ന ചതുർഭുജം സമഭുജ സാമാന്തരികമാണ് തെളിയിക്കണം. അപ്പൊ നമുക്കിവിടെ ഈ ഒരു വികരണം നോക്കാം. ഈ ഒരു വികരണത്തിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വികരണങ്ങളുടെ മധ്യബിന്ദുക്കളല്ല ശരിക്കും യോജിപ്പിച്ചിരിക്കുന്നത്. വികരണങ്ങളുടെ പകുതിയുടെ മധ്യബിന്ദുക്കളാണ് ശരിക്കും ഇവിടെ യോജിപ്പിച്ചിരിക്കുന്നത്. ചോദ്യത്തിൽ ചെറിയൊരു ഇതുണ്ട്. വികരണങ്ങളുടെ പകുതിയുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്നു. അപ്പോൾ ഇത് എ ആയിരിക്കും. ഇതെന്തായിട്ട് മാറും? എ ആയിട്ട് മാറും. ഇതെന്തായിട്ട് മാറും? എ ആയിട്ട് മാറും. ഇതെന്തായിട്ട് മാറും? എ ആയിട്ട് മാറും. ഇത് ബി ആവും. അപ്പോൾ ഇതും ബി ആവും. ഇതെന്തായിട്ട് മാറും? ബി ആയിട്ട് മാറും. ഇതും ബി ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു മട്ടത്രികോണം നോക്കാം. ഈ മട്ടത്രികോണത്തിന്റെ വശം ഇത് എ, ഇത് ബി. ഈ മട്ടത്രികോണത്തിന്റെയും വശം ഇത് എ, ഇത് ബി ആണ്. ഈ മട്ടത്രികോണത്തിന്റെ വശം ഈ എ, ഇത് ബി ആണ്. അപ്പോൾ ഈ മട്ടത്രികോണത്തിന്റെ എല്ലാ ലംബവശങ്ങളും തുല്യമായതുകൊണ്ട് കർണം സ്വാഭാവികമായിട്ടും തുല്യമാവും. മട്ടത്രികോണങ്ങളൊക്കെ തുല്യമാണ്. അതായത് നമുക്ക് മനസ്സിലായി ഈ വശവും ഈ വശവും ഈ വശവും ഈ വശവും തുല്യമാണ്. അതായത് ഒരു ചതുർഭുജത്തിന്റെ 4 വശങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ ആ ചതുർഭുജം സാമാന്തരികമാവും. സമയത്ത് രാവിലെ
സമചതുരമാണെങ്കിൽ കോണ് 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് നമുക്ക് ഇതും സമഭുജ സാമാന്തരികമാണെന്ന് പറയാൻ പറ്റും. ഇനി ചോദ്യമുണ്ട്, ചെറിയ സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് 3 ചതുര സെന്റിമീറ്റർ ആണ്. വലിയ സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് എന്താണ് ചോദ്യമുണ്ട്. ചെറുതിന്റെ പരപ്പളവ് നോക്കൂ, 1/2 × d1 d2 ആണ് ചെറുതിന്റെ പരപ്പളവ്. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ 1/2 × d1 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വികരണമാണ്. ഈ വികരണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2a ആണ്. ഇൻറ്റു d2 പറഞ്ഞാൽ ഈ വികരണമാണ്. ഈ വികരണത്തിന്റെ നീളം 1b, ഇവിടെ 1b, അപ്പോൾ 2b ആണ് തന്നിരിക്കുന്നത്. ഈ പരപ്പളവ് 3 ആണ് തന്നിട്ടുണ്ട്. ഇനി വലിയ പരപ്പളവ്, വലിയ സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് നോക്കാം. 1/2 × വലിയ വികരണം, വലിയ സമഭുജ സാമാന്തരികത്തിന്റെ വികരണം എന്ന് പറയുമ്പോൾ 4a വരും. 4a ഇൻറ്റു ഈ വികരണം എന്ന് പറയുമ്പോൾ എന്ത് വരും? 4b വരും. ഇത് കണ്ടുപിടിക്കണം. ഇതിന്റെ വില 3 ആണ്. 1/2 × 2a × 2bന്റെ വില 3. അപ്പോൾ ഈ അര ഇവിടെ ഉണ്ട്, അര ഇവിടെ ഉണ്ട്. ഈ 2 2 4 ഇവിടെ ഉണ്ട്. a ഇവിടെ ഉണ്ട്, b ഇവിടെ ഉണ്ട്. ഇതിൽ അധികമുള്ളത് എന്താണ്? ഗുണിക്കണം 4 ആള്. അപ്പോൾ ഇതിന്റെ വില കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 4 കൊണ്ട് ഈ സംഭവത്തിന്റെ വില 3 ആണ്. അപ്പോൾ ഈ ബാക്കിയുള്ള വിലന്റെ 3 ആണ്. അപ്പോൾ 4 × 3 എന്ത് വരും? 12 എന്ന് കിട്ടും. അടുത്ത്, വശം 6 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററുമായ ഒരു ചതുരത്തിനുള്ളിൽ നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് എത്രയാണ് ചോദ്യം. വശങ്ങൾ 6 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഈ വശം എത്രയാണ്? ഇത് 6 ആണ്. ഇത് എത്രയാണ്? 4 സെന്റിമീറ്റർ. ഇതിനുള്ളിൽ വരയ്ക്കാവുന്ന ഏറ്റവും വലിയ സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനുള്ളിൽ 2 വികരണങ്ങൾ വരണം. ആ സമഭുജ സാമാന്തരികത്തിന് 2 വികരണങ്ങൾ ഉണ്ടാവും. 2 വികരണങ്ങളും പരസ്പരം ലംബാവും. അങ്ങനെയുള്ള 2 വികരണങ്ങൾ ഇതിൽ എങ്ങനെ വരയ്ക്കാൻ പറ്റുക നമ്മൾ നോക്കണ്ടേ, ഏറ്റവും വലുതായിട്ട്. അപ്പോൾ നമുക്ക് വികരണങ്ങളുടെ ഗുണഫലമാണല്ലോ പരപ്പളവ്. അപ്പോൾ 2 വലിയ വികരണങ്ങൾ വേണം. അപ്പോൾ ഒരു വികരണം ഇത് വരച്ചു. ഒരു വികരണം നമുക്ക് ഇത് വരയ്ക്കാം, ഇതും വരയ്ക്കാം. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു സമഭുജ സാമാന്തരികം ഇങ്ങനെ കിട്ടും. നമുക്കൊരു സമഭുജ സാമാന്തരികം ഇങ്ങനെ കിട്ടും. ഈ സമഭുജ സാമാന്തരിക പരപ്പളവ് കണ്ടുപിടിക്കാം. എത്രയാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1/2 × d1 d2 എഴുതാം. അപ്പോൾ 1/2 × d1 എത്രയാണ്? 6 ആണ്. d2 എത്രയാണ്? 4 ആണ്. അപ്പോൾ 1/2 × 6 × 4, 1/2 × 6 × 4 പറയുമ്പോൾ 24/2 എത്ര കിട്ടും? 12 സെന്റിമീറ്റർ സ്ക്വയർന്ന് കിട്ടും.